കൂട്ടുകാരി ഇത് നോക്കി കണ്ടോ, മുള്ളുമുരുക്കില. ഇതുകൊണ്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കിയാലോ? ഇതൊന്ന് കട്ട് ചെയ്യാം. നിരവധി ഗുണങ്ങളുള്ളതാണ് ഈ മുള്ളുമുരുക്കിൻ്റെ ഇല. ഗർഭാശയം മുഴയുള്ളവർക്കും നമുക്ക് കൃമിശല്യമുള്ള കുട്ടികൾക്കും എല്ലാവർക്കും നല്ലൊരു മരുന്നാണ് കേട്ടോ ഈ മുള്ളുമുരുക്കിൻ്റെ ഇല. ഒരു ഔഷധ സസ്യമാണ് കേട്ടോ. ദോശയ്ക്ക് മാവിൽ കൂടി ചേർക്കാനുള്ളതിന് വെള്ളം കൂടുതൽ ചേർക്കേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അമ്മിക്കല്ലിൽ അരയ്ക്കാം, മിക്സിയിൽ അരയ്ക്കേണ്ട. ഇങ്ങനെ അരച്ചിട്ടുണ്ട്, നമുക്ക് എടുക്കാം. അരച്ച ഇലയിലോട്ട് നമുക്ക് കുറച്ച് ദോശമാവ് ഒഴിക്കാം. വേണമെങ്കിൽ ഉപ്പിട്ടാൽ മതി. ഇത് മരുന്ന് ദോശ ആയതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല. പീരീഡ്സ് ആവുന്ന കുട്ടികൾക്കുള്ള വയറുവേദനയ്ക്കും ഈ ഭയങ്കര ബ്ലഡെല്ലാം പോവാതിരിക്കുന്ന കുട്ടികൾക്കും കൊടുക്കാൻ പറ്റിയൊരു നല്ല മരുന്നാണ് കേട്ടോ ഇത്. സാധാരണ ഈ മരുന്നുണ്ടാക്കിയാൽ അതിൻ്റെ കശപ്പ് കൊണ്ട് കുട്ടികൾ കുടിക്കത്തില്ല. അതുകൊണ്ട് ദോശ ഉണ്ടാക്കി കൊടുത്താൽ അതിൽ കയ്പറിയത്തില്ല കേട്ടോ. ദോശ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വേവട്ടെ. കൂട്ടുകാരി, അങ്ങനെ നമ്മുടെ മുള്ളുമുറുക്കിൻ്റെ ഇല കൊണ്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു കമ്പ് കൊണ്ട് വെച്ച് പിടിപ്പിച്ചാൽ തന്നെ അത് പൊടിക്കും കേട്ടോ. എവിടെ കിട്ടിയാലും നിങ്ങൾ വീട്ടിലൊരു കമ്പ് കൊണ്ട് നടാൻ ശ്രമിക്കണം കേട്ടോ. അടുത്തൊരു ഡിഷുമായി നാളെ കാണാം. ബൈ.